പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞവനാ. പത്രോസ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട പത്രോസാ. എന്നിട്ട് ഇപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പത്രോസ് പറയുക, ഓ എനിക്ക് മടുത്തു, ഞാൻ പഴയ പണിയിലോട്ട് പോവാ. നിങ്ങൾ എത്ര ആത്മീയനാണെങ്കിലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും. ജഡത്തിൽ നമ്മൾ മടുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പൊതിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഇല്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഒരു മടുപ്പുളവാകും. നമ്മൾ എത്ര അനുഭവമുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര വചന പരിജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പാട്ടുകൾ അറിയാമെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര വചനം കാണാതെ അറിയാമെന്ന് പറഞ്ഞാലും, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ ക്ഷീണിച്ചു വാടിപ്പോകും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, എന്നെ പണിയണമേ, പ്രൈസ് ദി ലോർഡ്, എന്നെ ഉപയോഗിക്കണമേ എന്നൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഏറ്റവും പരമപ്രധാനമായ ഒരു ആലോചന. എന്തുവാ പറഞ്ഞത്? യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യരുത്? യെരുശലേം വിട്ട് വാങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് പരിജ്ഞാനമുണ്ട്, ഇവർക്ക് അനുഭവമുണ്ട്, ഇവര് വെളിപാടുകൾ കിട്ടിയവരാ, യേശുവിനോട് കൂടെ നടന്നവരാ, അത്ഭുതങ്ങൾ കണ്ടവരാ, ഇവർക്ക് രോഗസൗഖ്യത്തിനും പ്രൈസ് ദി ലോർഡ് ശത്രുവിനെ പുറത്താക്കുവാനും പിശാചിനെ പുറത്താക്കുവാനും ഒക്കെ അധികാരം കിട്ടിയവരാ, ട്രെയിനിങ് കിട്ടിയവരാ. എന്നിട്ടും കർത്താവ് പറയുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. എന്തുവാ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇത്ര ഇമ്പോർട്ടന്റ്? ദൈവസഭയോട് ദൈവത്തിന്റെ ആലോചന പറയുക, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ശ്രദ്ധിച്ചോണ്ട, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ നീ എന്നെ പൊതിയണം. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഈ ധരിക്കുക എന്ന വാക്കറിയാലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പള്ളിയിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയൊരു വസ്ത്രം എടുത്തിരുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോട്ടൊക്കെ എടുത്ത് നമ്മൾ ധരിക്കുന്നില്ലേ, അതേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ പുതപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ധരിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പുതപ്പിച്ചിട്ടല്ലാതെ നിങ്ങൾ ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. അധികാരമുണ്ട്, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വചനം അറിയാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇതൊക്കെ അറിയാം. ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ യേശുവിനോട് കൂടെ നടന്നിട്ടുണ്ട്, അത്ഭുതങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുറത്തോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. സ്തോത്രം. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. ശിഷ്യന്മാരോട് മാത്രമാണ് പറഞ്ഞതെങ്കിലും പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വേദപുസ്തകത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ചിന്തിച്ചിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കും. ഒരു വാക്യം വായിച്ച്, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 1-3. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേം വിട്ട് വാങ്ങിപ്പോകരുത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. വെയിറ്റ് അണ്ടിൽ യു ആർ ക്ലോത്ത് വിത്ത് ദ പവർ ഫ്രം എബോവ്. പ്രൈസ് ദി ലോർഡ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇവിടെ നോക്കിയേ, പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞവനാ. പത്രോസ് യേശുവിന്റെ പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് കണ്ട പത്രോസാ. എന്നിട്ട് ഇപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പത്രോസ് പറയുക, ഓ എനിക്ക് മടുത്തു, ഞാൻ പഴയ പണിയിലോട്ട് പോവാ. നിങ്ങൾ എത്ര ആത്മീയനാണെങ്കിലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും. ജഡത്തിൽ നമ്മൾ മടുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പൊതിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഇല്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഒരു മടുപ്പുളവാകും. നമ്മൾ എത്ര അനുഭവമുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര വചന പരിജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പാട്ടുകൾ അറിയാമെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര വചനം കാണാതെ അറിയാമെന്ന് പറഞ്ഞാലും, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ ക്ഷീണിച്ചു വാടിപ്പോകും. അതുകൊണ്ടാ യേശു പറഞ്ഞത്, പത്രോസേ നിനക്ക് വചനം അറിയാം. പത്രോസേ പ്രൈസ് ദി ലോർഡ്, നീ നിനക്ക് പ്രൈസ് ദി ലോർഡ് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഒക്കെയുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പത്രോസേ നീ എൻ്റെ കൂടെ നടന്നതൊക്കെ സത്യമാ. പക്ഷെ എന്തുവാ പ്രശ്നം എന്നറിയാമോ? നീ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത് വരെ നിങ്ങൾ വിട്ട് വാങ്ങിപ്പോകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ നിങ്ങൾ ശക്തമായി നിങ്ങൾക്ക് നിൽപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവ് തരും. എന്തിനാ പരിശുദ്ധാത്മാവിന്റെ ശക്തി? അത് നിങ്ങളെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പ്രതികൂലമായി തോന്നുന്നത്, നിങ്ങൾക്ക് ബലമില്ല എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് തടസ്സമെന്ന് തോന്നുന്നത്, പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് ഈസിയാക്കി മാറ്റി തരും. You need the power of the Holy Spirit. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ fill me O Lord, എന്നെ നിറയ്ക്കണം. ആത്മാവിന്റെ ശക്തിക്കായി നീ എന്നെ ഒന്ന് നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ നീ ഒന്ന് പുതപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ എന്നെ പുതപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്രയും നാള് യേശുവിന്റെ കൂടെ നടന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പറയും
പത്രോസ് എന്നാലും പിന്മാറ്റമൊക്കെ വന്നുപോയല്ലോ. യേശുവിന്റെ കൂടെ നടന്നിട്ട് യേശുവിന്റെ പ്രൈസിലോട് അത്ഭുതങ്ങളൊക്കെ കണ്ട് ലാസറിനെ പുറത്തിറക്കുന്നത് കണ്ടു. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടൻ കേൾക്കുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, രക്തസ്രാവം ബാധിച്ച സ്ത്രീക്ക് സൗഖ്യമുണ്ടാകുന്നു. അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇത്രയും വേഗം യേശു കർത്താവിനെ മറന്നിട്ട് പത്രോസ് വടയും വള്ളവും എടുത്തിട്ട് പഴയ പടയിലോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പറയും. ആത്മാവില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ല എങ്കിൽ, എത്ര പരിജ്ഞാനമുണ്ടെങ്കിലും, എത്ര അനുഭവ സമ്പത്തുണ്ടെങ്കിലും, എത്ര വചനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ബലഹീനപ്പെട്ടു പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലെ ശക്തിക്കായി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പകൽക്കാലം പറയണം. എന്നെ നിറയ്ക്കണം കർത്താവേ. നമ്മളെ നിറയ്ക്കാനായിട്ട് ആരും നിറയാത്തവരായിട്ട് ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആരും നിറയാത്തവരായിട്ട് ഇരിക്കരുത്. സ്തോത്രം. പഴയ നിയമത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിച്ചു തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എപ്പോഴാ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ഇരുന്നവരെ പേര് അത് നിറച്ചു. അവരെല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകം മുതലേ ഉണ്ട്, സൃഷ്ടിയുടെ ആരംഭം മുതലേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് ഒരു ഉടലെടുത്ത ഒരു അവതാരമൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ഗോഡ് ഹെഡിനകത്ത്, ദൈവത്തിന്റെ ത്രിത്വത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ ഉള്ളതാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം ഇച്ചിരി ചരിത്രപരവും ഇത്തിരി പ്രൈസ് ദി ലോർഡ് വേദപുസ്തകപരവും ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ ഇതിനുള്ള സമയം നമുക്കില്ല. എന്നാലും വേഗത്തിൽ ഞാനങ്ങ് ഓടിച്ചു പോവുക. 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സൃഷ്ടി കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള സംഭവമാണ് ലൂസിഫറിന്റെ സംഭവം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെതിരെ നിഗളിക്കുന്നതും അവനെ വെട്ടി താഴെ ഇടുന്നതും. അങ്ങനെ പ്രൈസ് ദി ലോർഡ് അവനെ വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞിട്ട് 1-ഉം 2-ഉം വാക്യങ്ങൾക്കിടയിൽ പ്രൈസ് ദി ലോർഡ് ഒത്തിരിയേറെ വർഷങ്ങൾക്ക് ദീർഘമുണ്ടെന്നാണ് പറയുന്നത്. 2-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു, പ്രൈസ് ദി ലോർഡ് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഇനി ശ്രദ്ധിച്ചോളണം, ഇതിനകത്തൊരു വലിയ ദൂത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ആലോചന കിടപ്പുണ്ട്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഈ പാഴ് ആയി എന്ന് പറയുന്നതിന്റെ എബ്രായ പദം ടോട്ടു എന്ന വാക്കാണ്. ടോട്ടു, TOTTU, ടോട്ടു. ടോട്ടു എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? നേരത്തെ നന്നായിട്ടിരുന്നു, പിന്നെ എന്തായി? കൊള്ളാത്തതായി. പണ്ട് നന്നായിരുന്നതാ, ഇപ്പോഴാ പ്രശ്നം ഉണ്ടായത്. പണ്ട് നന്നായിട്ടിരുന്നതാ, ഓ ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചതാ, ഞങ്ങൾ നന്നായിട്ട് ആരാധിച്ചതാ, ഞങ്ങൾ നന്നായിട്ട് പാടിയതാ, ഞങ്ങൾ നന്നായിട്ടൊക്കെ ജീവിച്ചതാ. ഇപ്പോഴാ പ്രശ്നം വന്നത്. പണ്ട് നന്നായിരുന്നു, ഇപ്പോൾ അത് പാഴായി പോയി. പ്രൈസ് ദി ലോർഡ്. പാഴും ശൂന്യമായതിന്റെ മേലെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പാഴും ശൂന്യവുമായ. 2-ാമത്തെ വാക്യം ശൂന്യത എന്ന് പറയുന്നതിന് ബോഹു എന്ന വാക്കാ. എന്ന് പറഞ്ഞ ശൂന്യമായി. പ്രൈസ് ദി ലോർഡ്. ഒരു രൂപമില്ലാത്ത അവസ്ഥ. ഇനി നോക്കിയേ, പാഴെന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നേരത്തെ നന്നായിരുന്നു, ഇറ്റ് വാസ് ഗുഡ് ബിഫോർ. ഇപ്പോഴെന്ത് ചെയ്തു? ഇറ്റ് വോയിഡ്. പ്രൈസ് ദി ലോർഡ്. ഷേപ്പ്ലെസ്. പാഴും ശൂന്യവുമായി. ഇപ്പൊ ഒരു എംപ്റ്റിയാ, ഇപ്പം വോയിഡ് ആയിട്ട്. പറയത്തില്ല, അയ്യോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല. ഒരു ഒഴിഞ്ഞ അവസ്ഥ, അങ്ങോട്ടൊരു ശരിയായിട്ട് എനിക്ക് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പാഴും ശൂന്യമായി കിടക്കുന്നതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുക. The Holy Spirit is hovering over anything that is empty. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുകളിൽ പാഴും ശൂന്യവുമായിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാഴും ശൂന്യമായ അവസ്ഥകളെ ദൈവങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തേ. പാഴും ശൂന്യവുമായി പ്രൈസ് ദി ലോർഡ്. ഞാൻ പണിതിട്ടും ശരിയാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പാഴും ശൂന്യവുമായ അവസ്ഥയിൽ കർത്താവേ പണ്ടൊക്കെ നന്നായിട്ടിരുന്നതാ, പണ്ട് നന്നായിട്ട് ഞങ്ങൾ ജീവിച്ചതാ, പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നതാ. എന്നാൽ അത് പാഴും ശൂന്യവുമായി മാറിപ്പോയി. അതിന്റെ മുകളിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളെ പൊതിയട്ടെ, നമ്മുടെ കുടുംബങ്ങളെ പൊതിയട്ടെ, നമ്മുടെ അവസ്ഥകൾക്ക് അത് മാറ്റം വരുത്തട്ടെ. പാഴും ശൂന്യവുമായി ഇരുന്നതിന്റെ മുകളിൽ ആര് പരിവർത്തിച്ചു? ആത്മാവ് പരിവർത്തിച്ചു. ഈ പരിവർത്തിക്കുക എന്നുള്ളതിന്റെ ഞാൻ ശരിക്കും ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഈ പ്രാവ്, ഇനി ശ്രദ്ധിച്ചോ, പ്രാവ് മുട്ടയിട്ടിട്ട് അതിൻ്റെ പുറത്തിട്ട് പൊരുന്നിരിക്കില്ലയോ എന്ന് പറഞ്ഞാൽ അടയിരിക്കത്തില്ലയോ? അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പൊരുന്നിരിക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ചൂട് ഈ മുട്ടയിലോട്ട് അടിക്കും. ഈ പരിവർത്തിക്കുക എന്ന വാക്ക് ശരിക്കും ഈ പ്രാവ് അടയിരിക്കുക, പൊരുന്നിരിക്കുക എന്ന് പറയുന്നില്ലയോ, ആ വാക്കുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ ഈ പ്രാവ് അടയിരിക്കുന്നത് അറിയാമോ? എന്തിനായിരിക്കുന്നേ? ചൂട് പിടിച്ചാൽ എന്ത് സംഭവിക്കും? അതിൽ ജീവൻ വയ്ക്കും, അതിൽ ജീവൻ വെക്കണം. പാഴും ശൂന്യവുമായതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ അടിച്ച് ഇത് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്തേ. പാഴും ശൂന്യവുമായതിന്റെ മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും, അവിടെ ചലനമുണ്ടാകും, അവിടെ ചത്ത അവസ്ഥകൾ മാറും, അവിടെ ജീർണിച്ചതിന് മാറ്റമുണ്ടാകും, ബലഹീനമായത് മാറും, ശൂന്യമായത് മാറും. ദൈവശക്തി അതിനകത്ത് വെളിപ്പെട്ട് വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പരിവർത്തനം അതിന്റെ മേൽ വ്യാപരിപ്പാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പറഞ്ഞേ, എന്റെ ശൂന്യമായ അവസ്ഥ, എന്റെ ശൂന്യമായ ജീവിതം, എന്റെ ശൂന്യമായ ജോലി മേഖല, എന്റെ ശൂന്യമായ സാമ്പത്തിക മേഖല, എന്റെ ശൂന്യമായ ഷേപ്പ് ഔട്ട് ആയി പോയ എന്റെ കുടുംബ ജീവിതം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനെ പൊതിയട്ടെ, അതിനെ പൊതിയട്ടെ. അവിടെ ജീവൻ ഉണ്ടാകട്ടെ, അവിടെ ചലനം ഉണ്ടാകട്ടെ, അവിടെ മാറ്റം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് പൊരുന്നി ആവസിക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊരുന്നി എന്തിനായിരിക്കുന്നേ? ചൂട് പിടിപ്പിക്കാൻ. നിങ്ങൾ പറയും ഇത് ശൂന്യമാ, ഇത് പാഴായി കിടക്കുക, ഒരനക്കവും വെക്കുന്നില്ല. അനക്കം വെക്കും. പരിശുദ്ധാത്മാവിന്റെ പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അനക്കം വെക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തി അതിന്റെ മേല് പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിക്കുമ്പോ, പരിശുദ്ധാത്മാവ് അതിന്റെ മേല് പൊരുന്നി ആവസിക്കുമ്പോ പ്രൈസ് ദി ലോർഡ് എന്തുവാ? പതിയെ പതിയെ അതിനങ്ങോട്ട് ചൂട്. നിങ്ങൾ നോക്കിയ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, പാഴും ശൂന്യവുമായി ഇരുളു ബാധിച്ച ഇടത്ത് പരിശുദ്ധാത്മാവ് വിട്ടുകളഞ്ഞില്ല, സ്വർഗം അതിനെ വിട്ടുകളഞ്ഞില്ല. അതിന്റെ മേൽ പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിച്ചപ്പോ അവിടെ ജീവൻ ഉണ്ടായി, അവിടെ സൃഷ്ടി നടന്നു, അവിടെ സൃഷ്ടി നടക്കുക, അവിടെ ചലനമുണ്ടായി, അത് വാസയോഗ്യമായി മാറി. പാഴും ശൂന്യവുമായി മനുഷ്യവാസമല്ലാതിരുന്ന ഷേപ്പ് ഔട്ട് ആയി പോയതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിച്ചപ്പോ, പരിവർത്തിച്ചപ്പോ അത് വാസയോഗ്യമായി മാറി. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, നമ്മൾ വായിച്ച വേദഭാഗത്തിലോട്ട് പാഴായും ശൂന്യമായും ഇരിക്കുന്നതിനെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ അത് വാസയോഗ്യമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം കൂടെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ മിദ്യാന്യര് ഇസ്രായേലിന്റെ വിളവ് നശിപ്പിക്കാനായിട്ട്, നിങ്ങൾ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചു കേട്ട വേദഭാഗത്തിനകത്ത് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മിദ്യാന്യരും പ്രൈസ് ദി ലോർഡ് അമലേക്യരും കിഴക്ക് ദേശക്കാരും ഒക്കെ വന്നിട്ട് ഇസ്രായേലിന്റെ വിളവിനെ നശിപ്പിച്ച് കളയുക. പ്രൈസ് ദി ലോർഡ്. ഇവർ എങ്ങനെയൊക്കെ ഒന്ന് വിളവിട്ട് ഒന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വന്ന് വിളവ് നശിപ്പിക്കുക, കൊള്ളയടിക്കുക, ഇവരെ അങ്ങ് നശിപ്പിച്ച് താറടിച്ച് വെക്കുക. പ്രൈസ് ദി ലോർഡ്. വിളവെക്കാൻ പറ്റത്തില്ല, വിത്ത് വിതയ്ക്കാൻ പറ്റത്തില്ല, വിളവെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ പ്രതികൂലത്തിന് നടുവിലിരിക്കുമ്പോ ഇവിടെ ഒരാൾ ഇരിക്കുക. ആരാ? ഗിദെയോൻ. അവൻ എന്തുവാ ചെയ്യുന്നത്? മുന്തിരി ചക്കിനരികെ വെച്ചിട്ട് ഗോതമ്പ് മെതിക്കുക. പ്രൈസ് ദി ലോർഡ്. മുന്തിരി ചക്കിനരികെ വെച്ച് അവൻ ഗോതമ്പ് മെതിക്കുക. ആരുടെ കയ്യിൽ പെടാതിരിക്കാൻ? മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കാനായിട്ട്. ഇനി ശ്രദ്ധിച്ചോളണം. ശത്രു അപകരിക്കുമെന്നറിഞ്ഞപ്പോ ശത്രുവിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ ആത്മാവുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അവൻ ആത്മാവുള്ളവനാ. അവൻ കൊടുക്കത്തില്ല. അവൻ പറയുക, മിദ്യാന്യർ എന്റെ കളത്തിനകത്ത് വന്നാലും, മിദ്യാന്യർ എന്റെ പുറയിടത്തിനകത്ത് വന്നാലും, മിദ്യാന്യർ എന്റെ നന്മയ്ക്ക് ദൃഷ്ടി വെച്ചാലും ഞാൻ കൊടുക്കത്തില്ല. അതെനിക്ക് ദൈവം തന്ന നന്മയാ, ഞാനത് വിട്ടുകളയത്തില്ല. ആത്മാവില് പ്രാർത്ഥിച്ച്, ആത്മാവില് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ പറയുക, ഇതെന്റെ നന്മയാ, ഇതെന്റെ കുടുംബത്തിന്റെ നന്മയാ, ഇതെന്റെ തലമുറയ്ക്കുള്ളതാ. ഇത് ശത്രുവിന് അപകരിപ്പാനുള്ളതല്ല, ഇത് ശത്രുവിന് അപകരിപ്പാനുള്ളതല്ല. ഇത് ദൈവം തന്ന നന്മയാ, ഇതെന്റെ കർത്താവ് എനിക്ക് തന്ന നന്മയാ. ഞാനത് വിട്ടുകൊടുക്കത്തില്ല, ഞാനത് വിട്ടുകൊടുക്കത്തില്ല. ആത്മാവുള്ളവന്റെ പ്രാർത്ഥന, ആത്മാവുള്ളവന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ,
യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ശത്രു നന്മ അപഹരിച്ചുകൊണ്ട് പോകുമ്പോ അയ്യോ എല്ലാം പോയേ എന്ന് എല്ലാരും പറയും അല്ലേ? അതൊക്കെ പറയാൻ എളുപ്പോ, എന്നാ കൊടുക്കത്തില്ലെന്ന് പറയാൻ. ബലാത്കാരികൾ ബലാത്കാരേണ സ്വർഗരാജ്യം പിടിച്ചടക്കുക. ബലാത്കാരേണ സ്വർഗരാജ്യം പിടിച്ചടക്കുക. പ്രാർത്ഥിക്കുന്നവൻ, അഭിഷേകമുള്ളവൻ, ആത്മാവുള്ളവൻ, ശരീരത്തില് തലയിൽ അഭിഷേക തൈലം പതിഞ്ഞവൻ, ഉയരത്തിലെ ശക്തി ധരിച്ചവൻ, അവൻ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽക്കാലം പറ, എന്റെ കുടുംബത്തിന്റെ നേരെ ശത്രു എന്റെ നന്മ അപഹരിക്കാൻ ശ്രമിക്കുമ്പോ, എന്റെ കുടുംബത്തിന്റെ നന്മ അപഹരിക്കാൻ ശ്രമിക്കുമ്പോ, എന്റെ തലമുറയുടെ നന്മ അപഹരിക്കാൻ ശ്രമിക്കുമ്പോ, എന്റെ സമ്പത്ത് അപഹരിക്കാൻ ശ്രമിക്കുമ്പോ, എങ്ങനെയുള്ള നന്മ അപഹരിക്കാൻ ശ്രമിക്കുമ്പോ, ഞങ്ങളുടെ സമാധാനം എടുത്തു കളയാൻ ശ്രമിക്കുമ്പോ, ഇന്ന് പകൽക്കാലം ഉയരത്തിലെ ശക്തി ഞങ്ങളെ പൊതിയട്ടെ, ഉയരത്തിലെ ശക്തി ഞങ്ങളെ പൊതിയട്ടെ. ശത്രു ബലം ക്ഷയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയാൽ ഞങ്ങളെ പൊതിയപ്പെടട്ടെപ്പാ. രക്തം ചെയ്യും. 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അവൻ അവരോട്, കർത്താവേ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഇപ്പോ ഗിദെയോൻ പറയുക, കർത്താവ് ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണ്? എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ ചെറിയൊരാളല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെറിയൊരാളല്ലേ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. എന്റെ വീട്ടിൽ അതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. കർത്താവിനെ അറിയാഞ്ഞിട്ടാ. നമ്മൾ വലിയ ആൾക്കാരൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാരമ്പര്യമുള്ളവർ പറയത്തക്കവരൊക്കെ വേറെ നിപ്പുണ്ട്. എന്നാൽ കർത്താവ് പറയുക, നിന്നിലൂടെയാ ഞാനത് ചെയ്തെടുക്കാൻ പോകുന്നത്. ശത്രുവിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നന്മ പിടിച്ചു വെച്ചിട്ട്, അവകാശം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ സ്വർഗം നിന്റെ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൊടുക്കത്തില്ല. ശത്രു അകത്ത് കയറിയാലും പുറത്ത് നിന്നാലും, ശത്രു കളം വരച്ചാലും അകത്തോട്ട് കടന്നാലും, ശത്രുവിന് എന്റെ നന്മ തോടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഗിദെയോന്റെ മേലെ ആ ശക്തി വന്നു കഴിഞ്ഞപ്പോ സ്വർഗം പറയുക, ഗിദെയോനെ നീ ഒറ്റയ്ക്കല്ല, സ്വർഗം നിന്റെ കൂടെയാ. ഉയരത്തിലെ ശക്തി പുതിയ നിയമത്തിലും ആണ് നമ്മൾ സാധാരണ പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ വന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ ഇന്ന് സമയമില്ല. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ച പുതിയ നിയമത്തിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവശക്തി നമ്മൾ പഠിക്കും. ഇത് പഴയ നിയമമാണ്. ഇതിലും ശക്തിയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഇത് പഴയ നിയമത്തിലാണ് നമ്മൾ ഇപ്പൊ നോക്കിക്കൊണ്ട് നിൽക്കണ്ടേ. നോക്കിയേ, ഗിദെയോൻ ഇത് പറഞ്ഞപ്പോ അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ അവനോട്, ഉറക്കെ പറഞ്ഞേ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പറഞ്ഞേ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ മിദ്യാനെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അവിടെ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, മിദ്യാന്യരും അമാലേക്യരും കിഴക്കദേശക്കാരും ഒരുമിച്ച അറ്റാക്കിന് വരുന്നേ. ശത്രു എത്ര ഉണ്ടെങ്കിലും പ്രശ്നമല്ല, നീ ഒറ്റയ്ക്ക് മതി. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഉയരത്തിലെ ശക്തി ഉണ്ടാവണം. ശത്രു എത്ര വന്നെന്ന് പറഞ്ഞാലും, നിനക്ക് എത്രയൊക്കെ ശത്രുക്കൾ വാടകോരിട്ടെന്ന് പറഞ്ഞാലും, നിന്നെ തകർത്ത് കളയാൻ ശത്രു എങ്ങനെയൊക്കെ അംഗം കുറിച്ചാലും, നീ ഒറ്റയ്ക്ക് നിന്നാ മതി. ഗിദെയോനോട് പറയുക, നിന്റെ കുടുംബക്കാരെയൊന്നും വിളിക്കണ്ട, നിന്റെ കൂട്ടുകാരെയൊന്നും വിളിക്കണ്ട, നീ അത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ സൈന്യത്തിനെതിരെ നീ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ഇതെപ്പോഴാണ് നടന്നതെന്നറിയാമോ? അവൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചപ്പോ, ഞാൻ തരത്തില്ല, എന്റെ നന്മ ഞാൻ കൊടുക്കത്തില്ല. പറയണം, കൊടുക്കത്തില്ല, എന്റെ നന്മ കൊടുക്കത്തില്ല. ഇതെനിക്ക് ദൈവം തന്നതാ, ഇതെന്റെ അവകാശമാ, ഇത് ദൈവം എന്നെ നട്ടിരിക്കുന്ന സ്ഥലമാ. ഇവിടുത്തെ നന്മ ഞാൻ കൊടുക്കത്തില്ല, ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നത് അത് നിങ്ങൾക്കുള്ളതാ, അത് ശത്രുവിനെ അപകരിപ്പാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. 33-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അനന്തരം മിദ്യാന്യരും അമാലേക്യരും കിഴക്കുദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ്
ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസ്യരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. 6-ാം അധ്യായം ആരംഭിച്ച് 10-11 വാക്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഗിദെയോൻ എങ്ങനെ കാണുന്നേ? മിദ്യാന്യരെ പേടിച്ച്. ഇപ്പോ ഒരു സൈന്യം അവന്റെ നേരെ ഇറങ്ങി. മിദ്യാന്യരും അമാലേക്യരും കിഴക്കദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയം ഇറങ്ങിയപ്പോ ആരൊറ്റയ്ക്ക് നിൽക്കുക? ഗിദെയോൻ ഒറ്റയ്ക്ക്. നിങ്ങൾ എൻ്റെ ഒപ്പം പറയണം. ഗിദെയോൻ ഒറ്റയ്ക്ക് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആ മറുഭാഗത്ത് അമാലേക്യരുണ്ട്, മിദ്യാന്യരുണ്ട്, കിഴക്കദേശക്കാർ എല്ലാവരുമുണ്ട്. ഇപ്പുറത്ത് ആരൊറ്റയ്ക്ക് നിൽക്കുക? പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ഒറ്റയ്ക്ക് നിൽക്കുക. അവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവനൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. എന്തുവാ വാഗ്ദത്തം? നീ ഒറ്റ ഒരുത്തൻ ഇവരോട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് നീ വിജയിക്കും. നീ ഒരു ഒറ്റയാൾ പട്ടാളമാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പിന്നിലും മുൻപിലും, നിന്റെ ഇടവും വലവും നിനക്ക് ആരുമില്ലെങ്കിൽ നീ ഭയപ്പെടണ്ട. ഉയരത്തിലെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിനക്ക് ജയിപ്പാനുള്ള കൃപ, അതിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം നിനക്കത് തരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുക പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോ, ഇത് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിന്റെ അതേ പരിഭാഷയാ. എന്ന് പറഞ്ഞാൽ ഉടുപ്പ് ധരിക്കുന്നത് പോലെ അവനെ അങ്ങ് പൊതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എങ്ങനെ വന്ന്? ഉടുപ്പ് ധരിക്കുന്നത് പോലെ നമ്മളെ അങ്ങ് പൊതിയും. പ്രൈസ് ദി ലോർഡ്. നമ്മളടുത്ത് ധരിക്കുന്നത് പോലെ നമ്മളെ പൂർണ്ണമായിട്ടും അങ്ങ് പൊതിയും. പൊതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആള് മാറിയതാ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ അതുവരെ പ്രൈസ് ദി ലോർഡ് മിദ്യാന്യരെ പേടിച്ച് ഗോതമ്പ് ചക്കിനരികിൽ നിന്ന്, മുന്തിരിച്ചക്കിനരികിൽ നിന്ന് ഗോതമ്പ് മെതിച്ചോണ്ടിരുന്ന ഗിദെയോൻ ഇപ്പൊ കാഹളം എടുത്തിട്ട് യുദ്ധത്തിന് വിളിക്കുക. അവനെതിരെ ഒരു ശത്രു സൈന്യം എഴുന്നേറ്റ് വരുമ്പോ, മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും ഒരുപോലെ എഴുന്നേറ്റ് വരുമ്പോ ഇപ്പൊ ഗിദെയോന് ഭയമില്ല. ഇപ്പം ഗിദെയോന് ഒരു പേടിയുമില്ല. അയ്യോ നാളെ എന്താവും, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്റെ ഒപ്പം ആരുമില്ലല്ലോ, ഒരു ചിന്തയുമില്ല. അവൻ പെട്ടെന്ന് കാഹളം എടുത്തിട്ട് അവൻ കാഹളമൂതി പറയുവാൻ, ഞാൻ യുദ്ധത്തിന് റെഡിയാ. ആത്മാവുള്ളവൻ, അവന്റെ മേൽ അഭിഷേകം വന്നു കഴിയുമ്പോ, അവന്റെ മേൽ ശക്തി പകരപ്പെട്ട് കഴിയുമ്പോ നമ്മൾ യുദ്ധത്തിന് റെഡിയാ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം, നമുക്ക് ഏറ്റവും പരിചിതമുള്ള വേദഭാഗം 15-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈതൊട്ട് പറ, നീ ഒരു മെതിവണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു മെതിവണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അത് വാഗ്ദത്തമാ, അത് വാഗ്ദത്തമാ. നീ ഒരു മെതിവണ്ടി. ഈ മെതിവണ്ടി എന്തിനാ ഉപയോഗിക്കുന്ന അറിയാമോ? ത്രഷിംഗ് സ്ലെഡ്ജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഈ നെൽശേഖരങ്ങളിലേക്ക് ഈ കൊയ്ത്തിന് മുമ്പ്, ഇത് പണ്ട് യേശുവിൻ്റെ കാലത്തൊക്കെ അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് അവർ ഈ കാളയുടെയൊക്കെ കഴുത്തിൽ കെട്ടി വെച്ച് ഇതിനെ കൊണ്ട് വിടും. ഇത് പോയിട്ട് നെല്ല് കൊയ്ത്ത് കളത്തിലോട്ട് ഇറങ്ങിയിട്ട് അത് നെല്ല് മെതിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനകത്ത് നെല്ലും പതിരും വേറിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഇത് കളത്തിലേക്ക് ഇറങ്ങി വിട്ട് കഴിയുമ്പോൾ ഇതിന് നെല്ലും പതിരും വേറിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? നെല്ലും പതിരും വേർപെടുത്താനായിട്ട് കളത്തിലോട്ട് വിടുന്ന സാധനമാണ് ഈ മെതിവണ്ടി. ഇനി ശ്രദ്ധിച്ചോ, ഇതിപ്പോ നിൽക്കുന്ന എവിടെയാ? നെല്ലും പതിരും വേർപെടുത്തുന്ന കളത്തിനകത്താ. കർത്താവിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞേച്ച് ഗിദെയോനോട് പറയുക, നീ പരാക്രമശാലിയാ, നീ മെതിവണ്ടിയാ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രൈസ് ദി ലോർഡ് പ്ലേസിന് മാറ്റുക, നിന്റെ മണ്ഡലം മാറ്റുക. നിന്റെ മേൽ അഭിഷേകം വന്നു കഴിയുമ്പോൾ, നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി വന്നു കഴിയുമ്പോൾ, ഇനി നീ നിൽക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഈ നെൽക്കളത്തിലല്ല. നീ ഇനി മെതിക്കാൻ പോകുന്നത് പ്രൈസ് ദി ലോർഡ് നെല്ലിനെയും പതിരിനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല. നീ ഇനി മെതിക്കാൻ പോകുന്നത് എന്താ? കുന്നുകളെ, മലകളെ, പർവ്വതങ്ങളെ, നിനക്ക് മുമ്പിൽ പർവ്വത സമാനമായി നിൽക്കുന്ന വലിയ വലിയ വിഷയങ്ങളെ പ്രൈസ് ദി ലോർഡ് നിന്റെ മൂർച്ച ഉള്ളതും പല്ലേറിയതും പുതിയതുമായ മെതിവണ്ടി കൊണ്ട് നീ ഇടിച്ച് നിരത്താനായിട്ട് പോകുക. മറ്റൊരാൾ വന്നിട്ടല്ല നിന്റെ തടസ്സങ്ങളെ മാറ്റുന്നത്. നീ ഇന്ന് പകൽക്കാലം ആത്മാവിൽ നിറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, നീ ഒരു മെതിവണ്ടിയായി മാറി നിനക്കെതിരെ നിൽക്കുന്ന പർവ്വതങ്ങളെ, നിനക്കെതിരെ നിൽക്കുന്ന തടസ്സങ്ങളെ അത് ഇടിച്ച് നിരപ്പാക്കി പ്രൈസ് ദി ലോർഡ് നിന്റെ മുമ്പിൽ വഴി
വഴിയൊരുക്കുന്ന അഭിഷേകമാ നിന്റെ തലമേൽ പകരപ്പെട്ടിരിക്കുന്നത്. ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് മെതിവണ്ടിയ ഭരത് പറഞ്ഞ് ഞാനൊരു മെതിവണ്ടിയ, എന്നെ കർത്താവ് ഒരു മെതിവണ്ടിയാക്കി തീർത്തിരിക്കുക. മൂർച്ചയുള്ളതും പല്ലേറിയതും സകലത്തെയും ഇടിച്ചു നിരപ്പാക്കുവാൻ കഴിയുന്ന മെതിവണ്ടിയാക്കി. ഞാനൊരു മെതിവണ്ടിയ പറഞ്ഞ്, ഞാനൊരു മെതിവണ്ടിയ. ഇത് പകൽക്കാലം കർത്താവ് എന്നെ ഒരു മെതിവണ്ടിയാക്കി തീർത്തിരിക്കുക. എന്റെ മുമ്പിൽ പർവ്വത സമമായി നിൽക്കുന്ന റൈസറോട് കുന്നുകളെ പോലെ നിൽക്കുന്ന വലിയ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും ഇടിഞ്ഞു മാറിപ്പോകും. അതൊക്കെയും അഡ്രസ് ഇല്ലാതായി മാറും. ദൈവശക്തി എന്റെ മേൽ പകരപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച് എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവങ്ങളിലേക്ക് കൊടുത്ത് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിൻ. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഇന്ന് പകൽക്കാലം കർത്താവേ അവിടുത്തെ ശക്തിയാൽ അടിയനെ പൊതിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ആ ശക്തിയാ പ്രൈസ് ദി ലോർഡ് പാഴും ശൂന്യവുമായിരുന്ന പ്രൈസ് ദി ലോർഡ് അവിടെ സ്ഥലത്തിന്റെ മേലെ അത് പൊരുന്നി ആവസിച്ചപ്പോ അവിടെ ജീവനുണ്ടായി. ആ ശക്തിയാ പ്രൈസ് ദി ലോർഡ് ഭയപ്പെട്ട് ഒളിച്ചിരുന്ന ഗിദെയോന്റെ മേൽ പകർന്നപ്പോ അവൻ എഴുന്നേറ്റ് യുദ്ധത്തിന്റെ കാഹളം മുഴക്കി. ഇന്ന് പകൽക്കാലം ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ചിലതൊക്കെ മാറും. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ മാറും. ആ ശക്തി ആളുമാറ്റുന്ന അഭിഷേകമാ. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, കർത്താവേ ആ ശക്തി എന്റെ മേൽ പകരണമേ.